ഡി സതീശൻ VM സുധീരന്റെ വസതിയിലെത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളിലേക്ക്. കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പുറത്തെത്തിയ അദ്ദേഹത്തെ ചില അണികൾ ത്രിവർണ്ണ ഷോളൊക്കെ അണിയിച്ച് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അനിരു അശോകൻ ചേരുന്നു അവിടെ നിന്നും. അനിരു, നേരത്തെ AK ആന്റണിയെ സന്ദർശിച്ചതിന് ശേഷമാണ് ഇപ്പോൾ VM സുധീരനെയും സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നതിൽ ഈ മുതിർന്ന നേതാക്കളുടെ പങ്കും അവരുടെ അഭിപ്രായങ്ങളും വളരെ വലുതായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ കൂടിക്കാഴ്ച എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ ശ്യാമിലെ, കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ VM സുധീരൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രവർത്തകർ വലിയൊരു ആവേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ വീട്ടിലേക്ക് ആനയിച്ചിരിക്കുന്നത്. വൻ സുരക്ഷാ സന്നാഹമാണ് അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യമനുസരിച്ച് MLA-മാരുടെ പിന്തുണ, മുതിർന്ന നേതാക്കളുടെ പിന്തുണ എന്നീ ഘടകങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷേ VD സതീശനെ സംബന്ധിച്ച് MLA-മാരുടെ ഒരു പിന്തുണ വലിയ രീതിയിലുണ്ടായിരുന്നില്ല. കൂടാതെ MP-മാരുടെ പിന്തുണ വലിയ രീതിയിലുണ്ടായിരുന്നില്ല. ഇതൊക്കെ KC വേണുഗോപാലിനായിരുന്നു. പക്ഷേ അപ്പോഴും VD സതീശനെ പിന്തുണയർപ്പിച്ച് എത്തിയിരുന്നത് നമുക്കറിയാം AK ആന്റണി ആയിരുന്നു, VM സുധീരനായിരുന്നു, K മുരളീധരനായിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം തുടങ്ങാനിരിക്കെ ഈ പറയുന്ന മുതിർന്ന നേതാക്കളെ അടക്കം VD സതീശൻ സന്ദർശിച്ച് തൻ്റെ നന്ദി അറിയിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ആന്റണിയുടെ വീട്ടിലായിരുന്നു പോയത്. അപ്പോൾ തനിക്കുള്ള പിന്തുണ അദ്ദേഹം നൽകിയതിൽ വലിയൊരു നന്ദി അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ഇപ്പോഴാണ് VM സുധീരൻ്റെ വസതിയിലെത്തിയിരിക്കുന്നത്. കാരണം ആന്റണി നേരത്തെ മാധ്യമങ്ങളോടൊക്കെ ഈ ഒരു മുഖ്യമന്ത്രി ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ആന്റണി ഒരു പുറമെ മാധ്യമങ്ങളോടടക്കം ഒരു 3 പേർക്കും പിന്തുണ എന്നുള്ള നിലയിലാണ് തനിക്കിഷ്ടപ്പെട്ട 3 പേരുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ നിലപാട് അവിടെ പറയുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും VM സുധീരനെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു നിലപാട്, VD സതീശന് അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് VM സുധീരൻ പ്രഖ്യാപിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞിരുന്നത്, മാധ്യമങ്ങൾക്കടക്കം മുന്നിൽ പറഞ്ഞിരുന്നത്, ജനവികാരത്തെ മാനിക്കണം, UDF പ്രവർത്തകരുടെ വികാരത്തെ മാനിക്കണം എന്നുള്ളതായിരുന്നു. കൂടാതെ ഈ പറയുന്ന ഈ നേതാക്കളുടെ അടക്കം അല്ലെങ്കിൽ MLA-മാരുടെ അടക്കം പിന്തുണ തേടി പോവുകയാണെങ്കിൽ അതൊരു പക്ഷേ കേരളത്തിൽ UDF ഇന്ന് കാണുന്ന രീതിയിലല്ലാത്തൊരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ചേക്കാം എന്നുള്ള ഒരു സൂചന VM സുധീരൻ ഹൈക്കമാൻഡ് നേതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഈ പറയുന്ന പല ചർച്ചകൾക്കൊടുവിലും അവസാന നിമിഷം രാഹുൽ ഗാന്ധി അടക്കം, മല്ലികാർജ്ജുന ഖാർഖെ അടക്കമുള്ളവർ അവസാനഘട്ട അഭിപ്രായം തേടിയത് VM സുധീരനോടും AK ആന്റണിയോടുമായിരുന്നു. കൂടാതെ ഘടകകക്ഷികളോടുമായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു ചർച്ചയിൽ തന്നെ രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ UDF ഒരു വല്ലാത്ത രീതിയിലായിരുന്നു. ഭരണ തുടർച്ച ഇനിയൊരു അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഒരു സൂചന പോലും ഇല്ലാത്ത ഘട്ടത്തിൽ വലിയ തകർന്നടിഞ്ഞ അവസ്ഥയിൽ VD സതീശന് എന്ന നേതാവിൻ്റെ പിന്തുണയോടുകൂടിയാണ് കേരളം ഇന്ന് കാണുന്ന കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വിജയം നേടിയതെന്നുള്ളതാണ് ഈ മുതിർന്ന നേതാക്കൾ നേരത്തെ ഡൽഹിയിൽ വെച്ച് ഹൈക്കമാൻഡിനെ അറിയിച്ചത്. കാരണം ശക്തരായ ജാതി സമുദായ നേതാക്കളെ പിണക്കാതിരുന്ന കോൺഗ്രസിൻ്റെ അതുവരെയുള്ള ഒരു മുന്നോട്ട് പോക്കിന് വിപരീതമായി സമൂഹം കണ്ട ഒരു കരുത്തുറ്റ നേതാവിനെ, ജാതി സമുദായ നേതാക്കളെ ഒന്നും വകവയ്ക്കാതെ അവരുടെ വാക്കുകളെ ഗൗനിക്കാതെ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോയ ഒരു നേതാവാണ് VD സതീശൻ എന്നുള്ളതായിരുന്നു ഈ നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ പറഞ്ഞു വെച്ചത്. കൂടാതെ സാമൂഹ്യ സംഘടനകൾ പലപ്പോഴും പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ രീതിയിൽ ഒഴിവാക്കാനാവാത്തതും ആയ ഘട്ടത്തിൽ ഈ പറയുന്ന കോൺഗ്രസിനെ ഒരു ടീം UDF എന്നുള്ള നിലയിൽ
കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയതും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു വലിയ വിപ്ലവകരമായ ഒരു വിജയം സമ്മാനിച്ചതും സതീശന് കീഴിലായിരുന്നു. ടീം UDF എന്നുള്ള നിലയിൽ തന്നെ ഇപ്പോൾ പല പാർട്ടികളെന്നുള്ളതല്ലാതെ ഒരു ഒറ്റ പാർട്ടി എന്നുള്ള നിലയിൽ ഈ പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെയും UDFനെയും ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ സതീശനായി. അതുകൊണ്ട് തന്നെയാണ് ഘടകകക്ഷികളടക്കം ഈ പറയുന്ന സതീശനെ പിന്തുണയ്ക്കുന്നത്. അതുപോലെ തന്നെ പല സമുദായ നേതാക്കളും ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പോലും നമുക്കറിയാം ഈഴവ നായർ സഖ്യങ്ങളടക്കമുള്ളവർ സതീശനെതിരെ പിന്തിരിഞ്ഞു നിന്നപ്പോൾ പോലും ഒരു ഘട്ടത്തിൽ പോലും പല കോൺഗ്രസ് നേതാക്കളും പ്രമുഖ കോൺഗ്രസ് നേതാക്കളും മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഈ സമുദായ നേതാക്കളെ തള്ളിപ്പറയാനായില്ല. പക്ഷേ ഈ സമുദായ നേതാക്കളുടെ വാക്കുകളെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു ജനത UDFനെ അധികാരത്തിലേറ്റുകയാണെങ്കിൽ, കോൺഗ്രസിന് വലിയൊരു രീതിയിലുള്ള ഭൂരിപക്ഷം നൽകുകയാണെങ്കിൽ അത് സതീശന്റെ വിജയമാണ് എന്നുള്ളതാണ് ഈ മുതിർന്ന നേതാക്കൾക്ക് അടക്കം ഹൈക്കമാൻഡിന് മുന്നിൽ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനാധിപത്യത്തിൽ സതീശന് പിന്തുണ നൽകണമെന്ന് VM സുധീരൻ അടക്കം ആന്റണി അടക്കമുള്ളവർ വസതിയിൽ നേരിട്ടെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. അതിന്റെ